ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈൽ. അതായത് ചൈനയുടെ അടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതിൽ മുൻ ജനറൽമാർ വരെയുണ്ട്. മിലിറ്ററി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ കൈവശമുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് തത്വത്തിൽ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി പാകിസ്ഥാനോ ചൈനയ്ക്കോ പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മിസൈലുകളിൽ ഒന്നായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു മിസൈൽ ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? ഉപയോഗിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ ഭീകരവാദ സംഘടനകളുടെ ക്യാമ്പുകൾ അടിച്ചു തകർക്കണം, ബ്രഹ്മോസിന്റെ കരുത്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള വളരെ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഇന്ത്യ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? ഒരു 50-50 ചാൻസ് ആണ് ഉള്ളത്. ഈ 50 എന്ന് പറയാൻ കാരണം, 50-50 ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം, ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് ബ്രഹ്മോസ് മിസൈലിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് ഗ്ലോബലി തന്നെ. എന്ന് വെച്ചാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈൽ നൽകാനുള്ള ഒരു താല്പര്യം ഇന്ത്യക്കുണ്ട്. ആയുധ വ്യാപാര ശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ഒരു പൊസിഷൻ ഇന്ത്യ ലോകത്ത് പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ അർമേനിയയ്ക്ക് ബ്രഹ്മോസ് മിസൈൽ വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. ഇന്ത്യയെ കൂടാതെ ഓൾറെഡി ഫിലിപ്പൈൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമിന് ഇത് വാങ്ങണമെന്നുണ്ട്. ഇന്തോനേഷ്യക്ക് ഇത് വാങ്ങണമെന്നുണ്ട്. ബ്രസീലിന് ഇത് വാങ്ങണമെന്നുണ്ട്. ഇതിന് പുറമെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കുമൊക്കെ ഇത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഉദാഹരണത്തിന് ബ്രൂണൈ, ചിലെ, ഈജിപ്റ്റ്, മലേഷ്യ, ഒമാൻ, സൗത്ത് ആഫ്രിക്ക, വെനസ്വേല ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങണമെന്നുണ്ട്. ഈവൻ സൗദിക്കും UAE-ക്കും പോലും ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈല് വളരെ പ്രധാനപ്പെട്ടൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുകയാണ്. ഇന്ത്യ ഈ അവസരത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് ഈ പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തയാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മോസിന് കൂടുതൽ ആവശ്യക്കാർ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായിട്ട് ഇന്ത്യയുടെ അടുത്തേക്ക് വരാനും വലിയൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ ഒരു അവസരത്തിന് ആ നിലയ്ക്ക് കൂടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. 2022 ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈല് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പോയി വീണു. അബദ്ധവശാൽ സംഭവിച്ചതാണെന്നാണ് ആദ്യ ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥിരീകരണം വന്നത്. പാകിസ്ഥാൻ ആ നിലയ്ക്ക് അതിനെ കണ്ടിട്ടുമുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ ഷോക്കായിപ്പോയി. കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് പാകിസ്ഥാന്റെ ഉള്ളിൽ വന്ന് ഒരു സ്ഥലത്ത് പതിച്ചിട്ട് പാകിസ്ഥാൻ അറിഞ്ഞില്ല. നാട്ടുകാരോ പറഞ്ഞാണ് അറിഞ്ഞത്. എന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും വർക്കായില്ല. കാരണം ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് അതോടെ തെളിഞ്ഞു. നമ്മൾ പലതരത്തിൽ രാജ്യങ്ങൾ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ സത്യത്തിൽ അന്ന് ഞെട്ടിച്ചു കളഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളിൽ ഒന്നാണ്. അവർക്ക് ഈ മിസൈലിനെ തടയാൻ പറ്റുമോ എന്ന് അവരുടെ രാജ്യത്തോട്ട് തന്നെ അയച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അവർക്ക് തടയാൻ പറ്റിയില്ല. അതോടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അബദ്ധവശാൽ പറ്റിപ്പോയതാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധവശാൽ പറ്റിയത് അല്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം പല മാധ്യമങ്ങളും, യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അതായത് IAF ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞത് അതൊരു അബദ്ധത്തിൽ സംഭവിച്ച കാര്യമായിരുന്നില്ല, മറിച്ച് അത് പർപ്പസ്ഫുള്ളി തന്നെ ഇന്ത്യ ആ ഒരു ആയുധം പരീക്ഷിച്ചു നോക്കിയതാണ് എന്ന്. ഇന്ത്യ ഈ ഒരു മിസൈൽ അന്ന് പരീക്ഷിക്കുന്നത് ഇന്ത്യയുടെ അംബാല എന്ന് പറയുന്ന ബേസിൽ നിന്നാണ്. ഏതാണ്ട് പാകിസ്ഥാനിൽ ഉള്ളിലേക്ക് ഇത് പോവുകയും 124 കിലോമീറ്റർ സഞ്ചരിച്ച് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രൊവിൻസിൽ ഇത് പതിക്കുകയും ചെയ്തു. ഒരു തരത്തിലുമുള്ള വാർഹെഡ് അതിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ടുള്ള വാർഹെഡും അതോടൊപ്പം തന്നെ ഈ ആണവ ആയുധവും വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ്. ഇതൊന്നും ഉണ്ടായില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഈ മിസൈൽ പോയി പതിച്ചത്. അത് ക്ലിയർ ആയിട്ടും ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു എന്ന് പിന്നീട് ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് അറിയാം, ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ തൊടുത്താൽ പാകിസ്ഥാന് ഒരു സ്ഥലത്തും അതിനെ തടയാനുള്ള ശേഷിയില്ല. അതിനുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ കയ്യിലില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ബ്രഹ്മോസിന്റെ പ്രശസ്തിയും ആ ഒരു മിസൈലിലുള്ള വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ ബ്രഹ്മോസ് യൂസ് ചെയ്യുമോ എന്ന് അറിയില്ല. ചിലപ്പോൾ ഗൈഡഡ് മിസൈലുകളായിരിക്കാം യൂസ് ചെയ്യുക എന്നും പറയുന്നുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.